ഹായ് ഗൈസ്, ഇന്നാണെങ്കിൽ ഞാനും അമ്മയും കൂടി അമ്മ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു പ്രോഗ്രാമിന് പോവാണ്. അതിന് വേണ്ടിയിട്ട് രാവിലെ വന്ന് വണ്ടിക്ക് പെട്രോൾ അടിച്ചു. ശേഷം ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാമിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റം വാങ്ങാനായിട്ട് ഒരു കടയിലോട്ട് പോയി. പിന്നീട് നല്ല മൊമെന്റം നോക്കി അമ്മ തെരച്ചിൽ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിന് ശേഷം രണ്ട് മൊമെന്റം വാങ്ങിച്ചു. അതങ്ങനെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി. വാങ്ങിച്ച സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തതും അമ്മ സമയം പോയെന്ന് പറഞ്ഞ് പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. പിന്നീട് ഞാനാണെങ്കിൽ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ടാണ് കയറി ചെന്നത്. അവിടെ ചെന്നപ്പോഴോ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് പേര് വരാനുണ്ടായിരുന്നു. പിന്നീട് ഒരു അരമണിക്കൂറിന് ശേഷം പ്രോഗ്രാമിലുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം ഒക്കെ തുടങ്ങി. പക്ഷേ ഈ സാറിന്റെ സ്പീച്ച് ആണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. കേട്ടിരിക്കുന്നവർ എന്തായാലും മോട്ടിവേറ്റ് ആകാതിരിക്കത്തില്ല. അങ്ങനെ ഞാനും കുറച്ച് മോട്ടിവേറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ എന്റെ ഫോൺ എടുത്തോണ്ട് പോയി എല്ലാവരും വീഡിയോസ് ഒക്കെ എടുക്കുമായിരുന്നു ഗൈസ്. ശേഷം ഉച്ച കഴിഞ്ഞ് ഞാനാണെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോയി ഗൈസ്. പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. കാര്യം എന്തെന്ന് വെച്ചാൽ അവളുടെ വീടിന്റെ അടുത്ത് കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ ഇവന്റെ ഫോൺ ചെറിയതായിട്ട് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എമ്മയുടെ ഷോറൂമിലോട്ടൊന്ന് കയറി. കംപ്ലൈന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോയി ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ കൈകൊട്ടിക്കളി മത്സരം ആയതുകൊണ്ട് ഒരുപാട് ടീംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എല്ലാ ടീംസും ഒന്നിനൊന്നിലും മെച്ചമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. പിന്നീട് അതൊക്കെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി രണ്ട് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി തൊട്ടടുത്തൊരു കടയിലേക്ക് കഴിക്കാനായിട്ട് പോയി ഗൈസ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.